അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് തോന്നാറുണ്ടോ നിങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും തന്നിട്ടില്ല, ഈ ലോകത്ത് നിങ്ങൾക്ക് ഒന്നും കിട്ടാത്തവനാണ്, നിങ്ങളെ അള്ളാഹു പരിഗണിക്കുന്നില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരാറുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. നിങ്ങൾക്ക് ഈ ലോകത്ത് ഒറ്റപ്പെടുന്ന ഒരു ഫീൽ ഉണ്ടാവാറുണ്ടോ? എങ്കിൽ നിങ്ങൾ പടച്ച റബ്ബിനെ വിശ്വസിക്കുക. നിങ്ങൾ ഒറ്റപ്പെടൂല. നിങ്ങൾക്ക് അള്ളാഹു ഉണ്ട്, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട് എന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതായിട്ട് തോന്നില്ല. ഏകാന്തതയെ നിങ്ങൾ ആസ്വദിക്കും. കാരണം നമ്മൾ ഏകാന്തതയിലിരിക്കുമ്പോൾ നമ്മൾ പടച്ച റബ്ബിനോട് ഒരുപാട് ദുആ ചെയ്യും. അതുപോലെ പടച്ച റബ്ബുമായിട്ട് നമ്മൾ ദിക്റൊക്കെ ചൊല്ലി ഒരുപാട് അടുക്കും. അങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരൊരിക്കലും ഒറ്റപ്പെടില്ല. അള്ളാഹുവിനെ നിങ്ങൾ ഭയന്ന് ജീവിച്ചോളൂ. എങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനവും സന്തോഷവും കിട്ടും. നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹു നിങ്ങൾക്ക് ഒന്നും തന്നെ തന്നിട്ടില്ല? കുറച്ച് സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുമ്പോഴേക്കന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹു നിങ്ങൾക്ക് ഒന്നും തന്നിട്ടില്ല, ഈ ദുനിയാവിൽ ഞാൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഈ ലോകത്ത് അധിക പേര് ചിരിക്കില്ല, ഒരുപാട് ദുഃഖത്തോടെ ആയിരിക്കും നടക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഞെരുക്കമുണ്ടാവും. ഒരുപാട് ചെറിയ കുഞ്ഞായിരിക്കും. ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം അവനെ കെട്ടിക്കുന്നത് അവളെ കെട്ടിക്കുന്നതൊക്കെ ഓർമ്മിച്ചിട്ടായിരിക്കും അവരുടെ ദുഃഖം. ഇങ്ങനെ നിങ്ങൾ ദുഃഖിക്കാറുണ്ടോ? ഇങ്ങനെയുള്ള ഭാവിയിലുള്ള പ്രാരാബ്ധങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ആരോടും ചിരിക്കാതെ മൂകതയായിട്ട് നിൽക്കുന്നവരുണ്ടോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ജീവിതം എപ്പോഴാണ് മരിക്കുക എന്ന് പോലും അറിയില്ല. അന്നേരമുള്ള ആ ഒരു ജീവിതം നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചോളി. മറ്റുള്ളവരോട് ചിരിച്ചിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചോളി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഒരിക്കലും നമ്മളുടെ മുകളിലുള്ള ആൾക്കാരെ നമ്മൾ ചിന്തിക്കരുത്. താഴ്മയുള്ള ആൾക്കാരെ നമ്മൾ ചിന്തിക്കുക. എന്നാൽ നമ്മൾ എത്ര ഭാഗ്യവാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പടച്ച റബ്ബ് നമ്മൾക്ക് എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിക്ക് എന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഓരോ സമയത്തും ശ്വാസം കഴിക്കാനുള്ള ഭാഗ്യം തന്നെ പടച്ച റബ്ബ് നമുക്ക് തന്നത് എത്ര ഭാഗ്യവാനാണ് നമ്മൾ. നമുക്ക് കണ്ണിന് കാഴ്ച തന്നിട്ടുണ്ട്, നടക്കാൻ കാല് തന്നിട്ടുണ്ട്, കൈ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഇല്ലാത്ത എത്ര പേരുണ്ടാവും? അതുപോലെ കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നമുക്ക് പടച്ച റബ്ബ് തന്നിട്ട് ശ്വാസം കഴിക്കാനുള്ള ഒരു ഭാഗ്യം തന്നെ നമുക്ക് തന്നത് എത്ര ഭാഗ്യവാനാണ്. എത്ര പേര് കൃത്രിമ ശ്വാസം, അതുപോലെ ഓരോരോ അസുഖങ്ങൾ വന്നിട്ട് ശ്വാസം കഴിച്ചുവിടാണ്ട് നിന്നിട്ട് ശ്വാസത്തിൻ്റെ ഓക്സിജനൊക്കെ വെച്ച് ശ്വാസം കഴിക്കുന്നവരുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിനൊക്കെ നിങ്ങൾ പടച്ച റബ്ബിനോട് നിങ്ങൾ ഹംദ് പറഞ്ഞിട്ടുണ്ടോ? പടച്ച റബ്ബിനോട് നിങ്ങൾ എന്ത് നന്ദിയാണ് കാണിക്കുന്നത്? നിങ്ങൾ ഓരോ അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് തന്നതിലും നിങ്ങൾ അൽഹംദുലില്ലാഹ് പറയുകയാണ് വേണ്ടത്, അല്ലാണ്ട് ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ പടച്ച റബ്ബ് തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് നമ്മൾ ടെൻഷനൊന്നും ഇല്ലാണ്ട് നടന്നു കഴിഞ്ഞാൽ പടച്ച റബ്ബ് നമ്മൾ ഇനിയും നമ്മൾ അനുഗ്രഹങ്ങൾ തന്നിട്ട് നമ്മളെ അള്ളാഹു സന്തോഷിപ്പിക്കും. അല്ലാണ്ട് നമ്മൾ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ നമ്മൾ പടച്ച റബ്ബിനോട് ഒരുപാട് മോശമായിട്ട് പെരുമാറിയാൽ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയി തീരുകയേ ചെയ്യുകയുള്ളൂ. നമ്മളെല്ലാവരും നാളെ മരിക്കേണ്ടവരാണ്, അള്ളാഹുവിൻ്റെ മുന്നിൽ പോവേണ്ടവരാണ്. അപ്പോൾ എല്ലാവരും ഇസ്ലാം വിശ്വസിച്ച് അതുപോലെ ദീനിയായിട്ട് നടക്കുക, അള്ളാഹുവിനെ വിശ്വസിക്കുക. ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.